എൻ്റെ അമ്മോ, ഒരു ഹൊറർ വൈബ് തന്നെ അല്ലേ. നമ്മൾ ഒരു വേറെ ആംഗിൾ നോക്കി കഴിഞ്ഞാൽ സൂപ്പർ വൈബ് കിട്ടും. പക്ഷേ ഈ ഒരു നെഗറ്റീവ് ആംഗിൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഹൊറർ ലുക്ക് കിട്ടും. കിച്ചു രാത്രിയാകുമ്പോഴേ ഇവിടെ സൗണ്ട് കേൾക്കും. ഈ തെറ്റല്ലേ ഒരാൾ നോക്കി കറുത്ത രൂപം. ഇവിടെ നില്ല, നീ ലൈറ്റ് ഓഫ് ചെയ്യട്ടാ. അവിടെ നില്ലേ. മണി ഇപ്പോൾ കറക്റ്റ് 1:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ മധുര കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കറക്റ്റ് 110 കിലോമീറ്റർ ദൂരമുണ്ട് കൊടൈക്കനാലെത്താനായിട്ട്. അപ്പോൾ കുറേ നേരം കൊണ്ട് വ്ളോഗ് ചെയ്തില്ല. അതിന് മെയിൻ കാരണം മൈഷൂട്ടിക്ക് ശബ്ദത്തിലായതുകൊണ്ട് എൻ്റെ തോളിനോട് തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് എഡിറ്റിംഗ് ബാക്കിയുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരുപാട് സമയം എടുത്ത്. ഇനി കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. മൈഷൂട്ടി കുറച്ച് ഉറങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കുന്നു. എന്നാലും വയറ്റിലൊന്നും ആഹാരമില്ല, ആണ് മെയിൻ വിഷയം. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവും. അതുവരെ ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ എത്തും ഇനി ഒരു 3 മണിക്കൂറുള്ള പറയാവും. ഇപ്പോൾ പോകുന്ന വഴിക്ക് ആഹാരം മാത്രം കഴിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ബിരിയാണി ദിണ്ടുക്കൽ ബിരിയാണിയാണെന്ന് തോന്നുന്നത്. ദിണ്ടുക്കൽ തലപ്പാക്കട്ട് ബിരിയാണി അല്ലേ. മറ്റൊന്നുണ്ടെങ്കിൽ തലപ്പാക്കട്ട് ബിരിയാണി കഴിക്കാം, അല്ലെങ്കിൽ സാധാ ബിരിയാണിയിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബിരിയാണി മെയിൻ ആയിട്ട് കഴിച്ചിരിക്കും, അത്ര തന്നെ അല്ലേ. ബാക്കിലൊക്കെ എന്തായോ അപ്പം എങ്ങനെയുണ്ട്? അപ്പം ഓക്കെ ഡബിൾ ഓക്കെ. അമ്മക്ക് വയസ്സ് ഉറങ്ങിയില്ല. കുഴപ്പമൊന്നുമില്ല അല്ലേ. എവിടെ ഉറങ്ങിയാ? കിച്ചു ഉറങ്ങിയാ? അപ്പൊ എല്ലാരും ഓക്കെയാണ്, വേറെ വിഷയമൊന്നുമില്ല. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വിൻഡോ ഓപ്പൺ ചെയ്ത് പോവുകയാണ്. അത് പിള്ളേർക്ക് ഛർദ്ദിക്കാൻ വരുമ്പോൾ സമയത്ത് പിടിക്കുന്നത് പറയാണ് ആ സ്മെല്ലേ. അപ്പോൾ നമ്മൾ സിൽക്ക് കാർപ്പറ്റ് കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് സൂപ്പർ കാഴ്ചകളാണ്, ഒരു രക്ഷയില്ല. പക്ഷേ നല്ല വെയിൽ കേട്ടോ. പക്ഷേ നമ്മൾ എസിയിൽ പോകേണ്ട വിഷയമില്ല, വെയിൽ അറിയാൻ പറ്റില്ല. പിന്നെ നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും കഴിക്കാനുള്ള ടെൻഡൻസി വന്നിട്ടുണ്ട്. ഇപ്പോൾ പോകുന്ന വഴിക്ക് റെസ്റ്റോറൻറ്റ് കണ്ടില്ല, നോക്കി പോവുകയാണ്. ഇവിടെയൊക്കെ ബീഫ് ബിരിയാണി ഒന്നുമില്ല, ചിക്കൻ അല്ലെങ്കിൽ മട്ടൺ. സത്യം പറഞ്ഞാൽ ഈ ഒരു വെക്കേഷന് നമ്മൾ ചെറിയ ട്രിപ്പാണ് ആദ്യം പ്ലാൻ ചെയ്തത്. ഒരു കുമാരകോവിലോ അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം തെങ്കാശി അല്ലെങ്കിൽ തിരുച്ചെന്തൂർ പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്നാണ് ഒരു മനസ്സിൽ തോന്നിയത്. നമ്മൾ കഴിഞ്ഞ 2 മാസം കൊണ്ട് ഈ ഹോസ്പിറ്റലും കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊക്കെ വേണ്ടിയിട്ട് 2 മാസമല്ല, ഒരു 6 മാസം കൊണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ ട്രിപ്പ് പോയാൽ പറ്റൂ. പൈസ നോക്കിയിട്ട് കാര്യമില്ല, പൈസയൊക്കെ ഇന്ന് വരെ നാളെ പോകും. പക്ഷേ നമുക്ക് പൈസ വലുതല്ലേ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ദിവസം നമ്മൾ എൻജോയ് ചെയ്യണം. ഈ ഒരു 3-4 ദിവസത്തേക്ക് നമ്മൾ എല്ലാം മറന്ന് അടിച്ച് പൊളിക്കണം ഫാമിലി ആയിട്ട്. അപ്പോൾ അങ്ങനെ അച്ഛനും അമ്മയും ഞാനും വൈഫും പിന്നെ ചേട്ടൻ്റെ വൈഫ് പിന്നെ നമ്മളെ കൂട്ടുകാരൻ രാകേഷ് പിന്നെ നമ്മളെ പിള്ളേരൊക്കെ ചേർന്ന് നല്ല സന്തോഷമായിട്ട് പാട്ടും കേട്ട് നല്ല എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രിപ്പ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ ആൾറെഡി കൊടൈക്കനാലിൽ കുറേ പ്രാവശ്യം പോയ സ്ഥലമാണ്. അവിടെ ഇനി കാണിക്കാനൊന്നും ഇല്ല, എല്ലാം കാണിച്ച് കഴിഞ്ഞ്. എന്നാലും നമ്മൾ മെയിനായിട്ട് പോകുന്ന അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ഒന്ന് എൻജോയ് ചെയ്യണം. ആ ഒരു വൈബ്, ആ ഒരു വീട്, ആ ഒരു കോട്ടേജ്, അവിടെ താമസിച്ച് അവിടുത്തെ ആളായിട്ട് മാറി അല്ലേ. അങ്ങനെ ഇതിൽ നമ്മൾ പോകുന്നത് മെയിനായിട്ട്. ഉള്ള സമയത്ത് കുറച്ചൊക്കെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള സമയം ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഓക്കെ. വി ഹാവ് റീച്ച് ദി ലൊക്കേഷൻ ഓഫ് വത്തലക്കുണ്ട് ലൊക്കേഷൻ. അവിടെ ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി അല്ലേ, പിങ്ക് കളർ ബസ്. ആ സൂപ്പർ ലൊക്കേഷൻ അല്ലേ, നല്ല ബിസി ഏരിയയാണ്. ഇവിടെ ഇഷ്ടം പോലെ കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങി നല്ല ഫ്രഷ് സാധനം കേട്ട് നല്ല വിലയും കുറവായും ക്വാളിറ്റിയും കൂടുതലാണ്. തമിഴ്നാട്ടിൽ എപ്പോഴും എല്ലാ സാധനത്തിന് വില കുറവാണ് അവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് എല്ലാം അങ്ങോട്ട് പോകണത് അല്ലേ. ഇപ്പൊ ഇങ്ങോട്ട് കാലാവസ്ഥ പറഞ്ഞാൽ നല്ല മഴക്കോളാണ്. മിക്കവാറും അങ്ങോട്ട് പോകുമ്പോൾ നല്ല മഞ്ഞായിരിക്കും. മഞ്ഞ് വേണം എങ്കിലേ നമുക്ക് കൊടൈക്കനാൽ എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സത്യം പറഞ്ഞാൽ ഏപ്രിൽ മാസം കൊടൈക്കനാലിൽ പോയാൽ പോലും ഭയങ്കര വെയിലാണ് പറയുന്ന ആൾക്കാരൊക്കെ. അപ്പൊ ഈ ഒരു സമയം കുറച്ച് മഴക്കോളുണ്ട്. അപ്പൊ അങ്ങോട്ട് കയറുന്നതോട് നല്ല മഞ്ഞ് നമുക്ക് കിട്ടും, വേറെ വിഷയമൊന്നുമില്ല. ഒരു ജൂൺ ജൂലൈ മാസം പോയാൽ എങ്ങനെയായിരിക്കും ആ ഫീൽ കിട്ടും അല്ല. നമുക്ക് കൊടൈക്കനാലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കിട്ടൂലേ. നമുക്ക് അടുത്ത വർഷം പോകുമ്പോഴേ പയ്യന്മാരായിട്ട് പോകണം, ഫുൾ സെറ്റിംഗ് അല്ലേ. അപ്പൊ നമുക്ക് വേറെ ലെവൽ എൻജോയ്മെന്റ് ആയിരിക്കും. ഇത് കൊള്ളാം ഫാമിലി ആയിട്ട്, ഇത് വേറെ വൈബ്. അതൊരു കളിയും ചിരിയും ഫണ്ണും ചീത്തവളിയും ബോളും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ പോകാം. അപ്പൊ വിശപ്പ് തുടങ്ങിയപ്പോ വിശക്കണേ, നല്ല വിശപ്പെട്ട ഒരു രക്ഷയില്ല, വയറ് കത്തണ്. വാങ്ങി സാപ്പിടലാം മൺപാനെ സമയൽ ബിരിയാണി. അതുള്ള മൺപാനെ സമയൽ ബിരിയാണി വാങ്ങി സാപ്പിടലാം. വാങ്ങ സാപ്പിടലാന്ന്, വാങ്ങി സാപ്പിടലല്ല. എന്നാ പറഞ്ഞു കുറെ ചിലവായിട്ടോ എൻ്റെ അമ്മോ. ട്രിപ്പിൽ ഇറങ്ങുമ്പോൾ അറിയുള്ളൂ, നമ്മൾ വിചാരിക്കുമ്പോൾ അറിയില്ല. ഓരോ വർഷം പോകുന്നതോറും ബഡ്ജറ്റ് മാറിക്കൊണ്ടിരിക്കുക. പസി താങ്ങ മുടിയിലപ്പാ. ബിരിയാണിയെ തേടി വന്ന വാങ്ങ സാപ്പിടലാം മൺപാനെ ബിരിയാണി. എല്ലാവരും വാങ്ങ, ആൾവേസ് വെൽക്കം ചെയ്യും. അശൂട്ടി എല്ലാം ഓക്കെ ആയാ? വിശക്കണം അശൂട്ടിക്ക്? നല്ല കഴിക്കാം ചിക്കൻ ബിരിയാണി സൂപ്പറായിട്ട്. സംഭവം റേറ്റൊക്കെ ഭയങ്കര ഹൈ. എവിടെ പോയാലും ഒരു ബിരിയാണിക്ക് ഒരു 350 പറയുമായിരിക്കും. അപ്പം ഷെയർ ചെയ്യാമാ. നീ ഛർദിച്ച് നിന്റെ അക്കയും ഛർദിച്ച്. കിച്ചണ്ണേ ഓക്കെ ആണോ? ടോയ്സാ അതൊന്ന് വേണ്ട പാന്നിട്ട്. വാങ്ങ സാപ്പിടലാം മൺപാனை ബിരിയാണി. ആ സ്ഥലമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഓക്കെ. ബട്ടർ ചിക്കൻ 230 രൂപ, ചിക്കൻ ബിരിയാണി 230 രൂപ. ഇത് ഓർഡർ ചെയ്യാം എല്ലാവർക്കും. ഓക്കെ, പെട്ടെന്ന് സമയക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി മതിയാ? അപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. 7
ചിക്കൻ ബിരിയാണി, ചിക്കൻ 65 ബിരിയാണി ഓർഡർ ചെയ്തത്. ലെഗ് പീസ് ബിരിയാണി ഇല്ലെന്ന് കേട്ടോ, അതാണ് എനിക്ക് വിഷമായി പോയത്. അത് കടിച്ചിരുന്ന സുഖമാണ്. ഒരു വിഷമമുള്ള കാര്യമുണ്ട്. പറടാ, എന്ത് കാര്യം? ബിരിയാണി തീർന്നു പോയി. ബിരിയാണി സ്റ്റോക്ക് തീർന്നു പോയി. പുതിയ ബിരിയാണി വെച്ചോണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ ആവുമെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞാണ് വേണമെന്ന്. നമ്മൾ ആ സമയത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്ക് വേറെ ഓർഡറായി. ആ ബിരിയാണി കംപ്ലീറ്റ് പോയി. 7 ബിരിയാണി, കറക്റ്റ് 7 ബിരിയാണി സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇവരെ കാരണമാണ് ബാത്റൂം പോയിട്ട് 1 മണിക്കൂർ വരെ. ആരെ കാരണം? അപ്പയാ? അപ്പ ലാറ്റാക്കിയായിരുന്നു. ഓ ആഹാ, സലാഡ് എത്തിയിട്ടുണ്ട്. പൊതിയായിട്ട് വയ്യ. ഐ എം വെയിറ്റിംഗ്. അപ്പോൾ ബിരിയാണി വന്നിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി. പാത്രം ചെറുതായി പോയില്ലേ? ടാപ്പാണല്ലോ അതും. എത്ര ഉണ്ടാ? என்னங்கடா கறி குழம்பு சாம்பார ஊத்துறீங்க? சோத்துல சாம்பாரா? அப்ப கறி குழம்பு? ബിരിയാണി. നമ്മൾ ബിരിയാണി ചോറായിട്ട് മാറി. ആ സ്റ്റോറി ഞാൻ പറയാം അങ്ങോട്ട് പോയിട്ട്. സത്യം പറയല്ലോ, ബിരിയാണിയേക്കാൾ ചോറ് സൂപ്പറായി. പൈസ ലാഭം, നല്ല വയറിറച്ച് കഴിക്കുകയും ചെയ്തു. ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കെട്ടിയ ചോറായിരുന്നു. സംഭവം വേറെ ഒന്നുമില്ല, നമ്മൾ ആദ്യം വന്ന സമയത്ത് ബിരിയാണി സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരാരും ഇവിടെ ഇല്ലായിരുന്നു, എല്ലാം ബാത്റൂമിൽ പോയിരുന്നു. അപ്പയും സുമേഷ് എല്ലാവരും. അപ്പോൾ ഇവരൊക്കെ ബാത്റൂം പോയിട്ട് വന്നപ്പോൾ ബിരിയാണി തീർന്നു പോയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ അടുത്ത ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അരമണിക്കൂറാണ് വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്കുള്ള ബിരിയാണി വന്നുകൊണ്ടിരിക്കണം ഓരോന്നായിട്ട്. അപ്പോൾ 3 ബിരിയാണി വന്ന് ബാക്കിയുള്ള 3 ബിരിയാണി സ്റ്റോക്ക് ഇല്ലെന്ന് പിന്നെയും പറഞ്ഞു. അപ്പോൾ നമുക്കുള്ള ബിരിയാണി വേറെ ആർക്ക് വെച്ച് കൊടുത്തു തന്നു. അപ്പോൾ ആ സമയത്തേക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്തില്ല നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ഇങ്ങനെ കാണിക്കാൻ ചോദിച്ചപ്പോൾ സാറി സാർ മനുഷ്യർക്ക് நான் வந்து பார்க்கல, உங்களுக்கு எடுத்து வச்ச பிரியாணி வந்து மற்ற ஒரு ஆளுக்கு கொடுத்துட்டாங்க എന്ന് പറഞ്ഞ് പാലാടി ഒരുപാട് വിഷമിച്ചായിരുന്നു. അത് കണ്ടപ്പോൾ നമുക്ക് വിഷമായി. ശരി കുഴപ്പമില്ല പോട്ട് എന്ന് പറഞ്ഞ് നമ്മൾ മീൽസ് ഓർഡർ ചെയ്തു. ஏண்டா இந்த சாம்பார் சாப்பிட்றதுக்கு நான் ஏன்டா இங்க வரணும்? வாங்க சாப்பிடலாம் மண்பானை சமையல் பிரியாணி. வாங்க சாப்பிடலாம் ஒன்லி மீல்ஸ். பிரியாணி ஒன்றும் இல்லை, சாம்பார் சாதம். வாங்க சாப்பிடலாம் சாம்பாർ സാദം, ലെമൺ സാദം, തൈര് സാദം. ഇത് തെറ്റ് ആരെ ഭാഗത്ത് പറയാം. ശരി കുഴപ്പമില്ല പോട്ടെ. തെറ്റുണ്ട്, എടുത്തോണ്ട് പോയില്ലേ അവരെ ഭാഗത്ത് മിസ്റ്റേക്ക്. കാരണം ആ ഒരു ലേഡി നമുക്ക് വേണ്ടി എടുത്ത് മാറ്റി വെച്ചതാണ്, ചോദിച്ചെടുക്കണമായിരുന്നു. ഇവിടെ എന്തുണ്ട് പിള്ളേരൊക്കെ? ഓ കളി തുടങ്ങിയ ആ പാർക്കില്. ആ ഇനി കഴിച്ച ആഹാരം ദഹിക്കും ഇപ്പോൾ പെട്ടെന്ന്. ഇറങ്ങ. ഓ പയ്യെ പയ്യെ. ആടറാ സൂപ്പർ. വീട്ടിൽ പയ്യക്കാരനെ വിടല്ലേ? സൂപ്പറാ വീട്. പക്ഷേ വീട് ഡേഞ്ചറാണ്. ആ അത് കുഴപ്പമില്ല, സേഫാണ്. ഇപ്പൊ വാ, വിടാനൊന്നുമില്ല. അയ്യാടാ നല്ല സ്പീഡ്. പോന്നാ വാ, എല്ലാം വണ്ടിക്കാർ. ഓക്കെ, നമ്മൾ ചാപ്പാടൊക്കെ കഴിച്ച് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നേരെ പോകുന്ന സ്ഥലം നമ്മൾ കൊടൈക്കനാലിലാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് 65 കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാലിൽ പോകാനായിട്ട്. ഇപ്പോൾ ഇവിടെ നേരെ അങ്ങ് പോയാൽ മതി. ഒരു മലയുണ്ട്, ആ മല കയറി കഴിഞ്ഞാൽ കൊടൈക്കനാലിലെത്തും. അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് കഴിച്ച ആഹാരത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് മൊത്തം 1200 എത്ര 1229 രൂപ. ഇപ്പോൾ 3 ചിക്കൻ ബിരിയാണി, 4 നോൺ വെജ് മീൽസ് ആണ് ആയിട്ടുള്ളത്. സംഭവം ഭയങ്കര റേറ്റാണ്. നമ്മുടെ ട്രിവാൻഡ്രത്തെ പോലെ അല്ല. ഇവിടെയൊക്കെ ഹൈവേ ആയതുകൊണ്ട് പോണ വഴിക്കിൽ ഏത് കടയിൽ കയറിയാലും ഇതേ റേറ്റാണ്. അല്ല അറുത്ത് വാങ്ങിയ തന്നെ എല്ലാം ചിലവാകുന്ന ആയിരങ്ങളാണ്. ഒരു ചാപ്പാട്, അതായത് ഒരു മീൽസിന് തന്നെ 150 രൂപയാണ് വാങ്ങുന്നത്. നമ്മളവിടെയൊക്കെ 100, 120 രൂപ മാക്സിമം. ഇവിടെ 150, 160, 170 പോകും. ബിരിയാണിയൊക്കെ 230 രൂപയാണ്. സത്യം പറഞ്ഞാൽ ഇതുപോലെ ട്രിപ്പിന് പൈസ വാങ്ങാൻ പാടില്ല. അത് ചിലവായിക്കൊണ്ട് കാര്യം പാടില്ല. നമ്മൾ പോകുന്ന വഴി വിശക്കണമെങ്കിൽ വാങ്ങി കഴിച്ചേക്കണം. കാരണം ഇനി അങ്ങോട്ട് റെസ്റ്റോറൻറ്റ് കാണില്ല നല്ല പോലെ ഒന്നും. സൂപ്പർ കുന്നല്ലേ, ഒരു ചെറിയ കുന്നയിൽ കാണാൻ ലുക്ക് കണ്ട. പാട്ടൊക്കെ വെച്ചാൽ അത് പാട്ട് ഭക്തിയാനോ? ബീറ്റ് സോങ് അല്ലല്ലോ, പാട്ട് സ്ലോ ആയിരിക്കണം. വൈബ് മതിയാ. നേരത്തെ പറഞ്ഞ് ഭയങ്കര കിടില വൈബ് വേണോ, രാവിലെ പറഞ്ഞ് ഉച്ചയായപ്പോൾ പറഞ്ഞ് മെലഡി വൈബ് വേണം. ഇപ്പൊ നോക്കിയപ്പോൾ ഭയങ്കര സംഗീത വൈബ്. ഓക്കെ, നമ്മൾ ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കൊണ്ടയൂസി വളവ് എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ പിൻ ബെൻഡ് അല്ലേ ഫസ്റ്റത്തെ. അവിടെ ഡാം കാണാൻ പറ്റി, താഴോട്ട് കാണാൻ പറ്റണ ഇറങ്ങിയാൽ. ഡാം അവിടെ വന്നില്ല. പിന്നെ അങ്ങോട്ട് കയറുന്നത് നല്ല മഞ്ഞും കോടയും കാണാൻ പറ്റും സൂപ്പറായിട്ട്. ഇപ്പോൾ പറഞ്ഞ വഴിക്ക് ഇ പാസ് ചെക്കിംഗ് ഉണ്ടായത് കാണിച്ചപ്പോൾ അകത്ത് കയറിയിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി കൊടൈക്കനാൽ ആരും എന്നാലും ശരി ഇ പാസ് കമ്പൽസറി എടുത്തിരിക്കണം. ഈ ഒരു ഏപ്രിൽ മെയ് ജൂൺ വരെ, ഏപ്രിൽ മെയ് മതി അല്ലേ. ഈ വെക്കേഷൻ കഴിയുമ്പോൾ ഇ പാസ് കമ്പൽസറി ആണ്. TN അതായത് തമിഴ്നാട് ഓൺലൈൻ ഇ പാസ് സംഭവം ഉണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ ആർക്കും എടുക്കാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ നേരത്തെ എടുക്കുന്ന സമയം എടുക്കാൻ പാടില്ല, പിന്നെ കിട്ടൂല. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്തു 3 ദിവസം മുമ്പായിട്ട്. അപ്പോൾ തന്നെ വേറെ വിഷയം ഒന്നുമില്ല, സൂപ്പർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നല്ല ഫുള്ള് വേറെ ലെവൽ സീനറിയാണ്. അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോഴേ തുടങ്ങി നോക്ക്. അടിപൊളി ഉണ്ടാ. ശരി തന്നെ, നമ്മളെ ബൈക്ക് പോകണ്ട FC V3 അടിപൊളി അല്ലേ. ഞാനും വാണിയും പണ്ട് വന്ന് ഓർമ്മയൊക്കെ പറഞ്ഞു ഇപ്പം ബൈക്കിൽ. പൊളി കണ്ട എൻ്റെ അമ്മ ഒരു രക്ഷയില്ലല്ലേ.
താഴെ കാണുന്നതാണ് സൂപ്പർ ഡാം. ആ ഡാമിൻ്റെ പേര് മറന്നുപോയി. ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഛർദ്ദിക്കാണ്. മാറി ഇപ്പോൾ ബൈഷൂട്ടി ഛർദ്ദിച്ച് കുറച്ച് മുമ്പ് നല്ല ഛർദ്ദിച്ച് മണ്ടയിൽ കയറി കണ്ട വിഷമായിപ്പോയി. ഇപ്പം അടുത്തത് കൺമണി ഛർദ്ദിക്കുകയാണ്. അവൾക്കും ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പറയാം, സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നത് ഒരു സാധാരണ കാര്യമാണ്. പക്ഷേ ഈ സമയത്ത് നമ്മൾ എന്ത് പറയാം, നല്ലപോലെ ഒരു വൈബിൽ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാം ഹെൽത്തി ആയിരിക്കണം. ഇത് കാണുമ്പോൾ ഒരു വിഷം മാത്രമേ, നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ഡാം സൂപ്പർ അല്ലേ. അപ്പോൾ ഈ ഡാമിൻ്റെ പേരാണ് മഞ്ചലാർ ഡാം. സൂപ്പർ അല്ലേ. അപ്പോൾ ഇത് മഞ്ചലാർ ഡാമിൻ്റെ വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് കണ്ട നല്ല വ്യൂ കിട്ടും. അപ്പോൾ അങ്ങോട്ട് വണ്ടി കയറും തോറും മഞ്ഞ് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്, തണുപ്പ് നല്ല പോലെ അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ഫുള്ള് കയറുമ്പോൾ ഫുൾ തണുപ്പായിരിക്കും അല്ലേ. മണി ഇപ്പോൾ കറക്റ്റ് വൈകുന്നേരം 4:30 മണി ആയിട്ടുണ്ട്. നമ്മൾ കൊടൈക്കനാലിൽ എങ്ങനെ പോലെ 6 മണി ആവുമായിരിക്കും അല്ലടാ. ഇവിടെ വണ്ടികൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. സംഭവം ഈ പാസ് വെച്ചുകൊണ്ട് കൊള്ളാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടികളുടെ എണ്ണം കൂടിയാണ്. നല്ല ക്യൂട്ടല്ലേ കാണാൻ. ഒരു കുരങ്ങൻ പാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടല്ലേ. അപ്പോൾ വണ്ടി നോക്കിയായിരുന്നു, വേറെ ഒന്നുമില്ല. പിന്നെ ഈ ഛർദ്ദലും ബഹളം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഛർദ്ദിച്ച് കിച്ചുവാണ്. ഉച്ചയ്ക്ക് കഴിച്ച ബിരിയാണി മണം ഓടിക്കുകയാണ് ഇപ്പോൾ ഛർദ്ദലിൽ നിന്ന്. പട്ടിയൊക്കെ ബാക്കിൽ നിന്ന് പറഞ്ഞു. പട്ടികളെ അത് ബിരിയാണി അല്ല, ഛർദ്ദലാണ്. നിങ്ങൾ ബാക്കിൽ നിന്ന് വരല്. അത് കളഞ്ഞാ തോർത്തങ്ങനെ. ഞാൻ ഒഴിക്കാം. അപ്പോൾ ഇവിടെ ആകപ്പാട സാമ്പാറും അവിയലും ബിരിയാണിയൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാം വെളിയിൽ വന്ന് അപ്പോഴപ്പോഴായിട്ട് ഇല്ലല്ലേ. കരോട്ട് കുളമ്പ് ഒരാള് കേട്ടോ, നമ്മളെ ഡ്രൈവർ പുള്ളിക്കാരനെ ഒരാൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. சின்னையா கருவாட்டு குழம்பு சாப்பிட்றீங்களா சின்னையா? இது சிக்கன் குழம்பு நல்லா இருக்கும், உங்களுக்கு வந்து உங்க உடம்புக்கு ரொம்ப நல்லது சின்னையா. നമ്മളത് മൈൻഡേ ചെയ്യണില്ല. നമുക്ക് ബിരിയാണി ഇല്ല, ചാപ്പാടിലൊന്നുമില്ല. നമ്മളെ ഗ്രൂപ്പിൽ ഏറ്റവും മൂത്തത് രാകേഷാണ്. അവനെ ചിന്നയ്യാന്ന്, നമ്മളൊക്കെ പെരിയ. അപ്പോൾ ഞാൻ ബാക്കിലോട്ട് വന്നിട്ടുണ്ട്. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് കിച്ചു ഛർദ്ദിക്കുകയാണ്. അപ്പോൾ കിച്ചു ഫ്രണ്ട് ഇരിക്കാൻ പറഞ്ഞു. കിച്ചുവിൻ്റെ മടിയിൽ അല്ലല്ലോ, ചേട്ടൻ്റെ മടിയിൽ കിച്ചു ഇരിക്കുന്നു, ചേട്ടൻ ഫ്രണ്ട് ഇരിക്കുന്നു. അപ്പോൾ അപ്പ നടുക്കിരിക്കുകയാണ് ഇവിടെ സൗമ്യ. പിന്നെ ഇവിടെ ഞങ്ങളൊക്കെ ഇരുന്ന് അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് കോനയടിച്ച് പോണ്. മുട്ടൻ കോമഡിയാണ് കേട്ടോ സംഭവം, ഒരു രക്ഷയില്ല. ഛർദ്ദല്ല മേളം തന്നെ. അടുത്തത് ഓക്കെ ഛർദ്ദിക്കും. അപ്പൊ കുപ്പിയുടെ ഇനോഗ്രേഷൻ നടന്നുണ്ട് നല്ല പോലെ. ഓക്കെ. അപ്പൊ ഈ കുപ്പിയിലാണ് നമ്മൾ ഇതിലോട്ട് ഛർദ്ദലിന്റെ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത്. അപ്പൊ ആർക്ക് വേണമെന്ന് പറഞ്ഞാൽ മതി, നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യാം. ഓക്കെ. സത്യം പറയും, ഇത് ചിരിയല്ല, ഇത് കരചയാണ്. ഉള്ളിൽ കരയാണല്ലോ നമ്മളല്ലേ. എങ്ങനെയെങ്കിലും ഈ കൊടൈക്കനാലിൽ കഴിഞ്ഞ് വീട്ടിൽ എത്തിയാൽ മതി ഇരിക്കാം. നമ്മൾ പോയ റൈഡില് ഏറ്റവും വോസ്റ്റ് റൈഡ് തന്നെ ഛർദ്ദല്ല മേള തന്നെ. മൂന്നാറിന് ഇത്രയൊന്നും ഇല്ലായിരുന്നു. ആൾട്ടോക്കാർ പോയതാ. കുപ്പി ഇവിടെ അടുത്ത ആള് ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രങ്ങളൊക്കെ നെക്ലസ് കൈമാറും പോലെ ആയിപ്പോ അല്ലേ. അപ്പ കുഴപ്പമില്ലേ വാ. എന്താ കുറ്റം പറഞ്ഞ അപ്പ ഹെൽത്ത് പ്രശ്നമാണ്. അപ്പ വന്നാൽ ശരിയാവൂല അല്ലേ. അപ്പ സൂപ്പർ ആയിക്കണം. ഇപ്പൊ അപ്പൊ അപ്പ ഈ ചായ കുടിക്കാൻ സമയമായിട്ടുണ്ട്. ഇപ്പം കഴിച്ച് ഛർദ്ദിച്ചേ ഉള്ളൂ. ആണ് ചായ അടുത്തത്. ഓ ബസ് പറഞ്ഞ് മരക്ക് നോക്കൂ എന്റെ അമ്മോ. ഓക്കെ, ചായ കുടിക്കാം. ഛർദ്ദിക്കാം. എനിക്കിപ്പോഴത്തേക്ക് ഒന്നും വേണ്ട. എനിക്ക് ഒന്നും മിണ്ടായിരുന്ന ഇല്ല അല്ലേ. ഛർദ്ദിക്കാം അത്ര തന്നെ. മുകളിൽ പോകണം, ഫ്രീ ആവണം, എല്ലാം ഇളക്കി വെളിയിലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കണം. അങ്ങനെ സിൽവർ കാസ്റ്റൽ ഫാൾസ് എത്തിയിട്ടുണ്ട്. സിൽവർ കാസ്റ്റൽ തന്നെ, സിൽവർ കാസ്റ്റടാ ശരി എന്തെങ്കിലും അവിടെ. സിൽവർ ഫാൾസ് എത്തിയിട്ടുണ്ട് എന്ന് പറയാം. വാ സൂപ്പർ അല്ലേ. എന്റെ അമ്മോ നല്ല വെള്ളം കേട്ടാ. വന്ന സമയം എന്തായാലും കൊള്ളാം. തണുക്കണാ, ഇതൊക്കെ എന്തോ തണുപ്പ്. ഇനി തണുപ്പ് അങ്ങോട്ടുണ്ട്. മുട്ടായി കഴിക്കണാ, ലോലിപോപ്പ്. ബസ്സമ്മ പോണ പെട്ടെന്ന്. ആദ്യം പോയി ചായ കുടിക്കാം. ഒരു ചൂട് ചായ. കോളിഫ്ലവർ പക്കാവട ഉണ്ട്, മാഗി ഉണ്ട്, മുളക് ബജ്ജി ഉണ്ട്, പിന്നെ കോണുണ്ട്. എനിക്കൊരു ചായ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. തണുപ്പ് സഹിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ എങ്ങനെ തണുക്കണ്. അപ്പം അവിടെ എന്ത് ഹെവി ആയിരിക്കും അല്ലേ. സത്യം പറഞ്ഞാൽ ഇപ്പം മഴ ക്ലൈമറ്റ് അല്ല, പിന്നെ മഴ പെയ്യണ്. എൻ്റെ ലക്കിന് മാഗി വേണ്ട, അതെല്ലാം ഛർദ്ദിച്ച് അതൊക്കെ പെയ്യുണ്ട്. അപ്പോൾ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കുള്ള ചായ, ചൂട് ചായ. சூடான டீயை குடித்து விட்டு நல்ல எனர்ஜியாக வந்து நம்ம போவோம் இந்த ஊட்டியை. கொடைக்கானல்ல ஆஹா, இந்த அக்கா போட டீ ரொம்ப அருமையாக இருக்குது, ரொம்ப ருசியாக இருக்குது. இந்த குளிரான ஒரு கிளைமேட்டுக்கு பற்றிய சாயாடா. வரேவா, குளிக்க முடியாது என்ன தண்ணியில். ചായ കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാ, അങ്ങോട്ട് കാണണ്ടേ.
അതൊക്കെയാണ് വൈബ്. വേണ്ട വൈബ് വേണ്ട, ഇതാണ് വൈബ്. ഓക്കെ കയറാന്നാ. ഓക്കെ കയറിയിട്ടുണ്ട്. സീറ്റ് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമായിരുന്നു. സ്കോർപ്പിയോയിൽ ഇത് കുറച്ച് പാട്. സീറ്റിൽ ഇനോ ഓട്ടിലായെങ്കിൽ ചോദിച്ചാൽ മതി. ചേട്ടാ ഈ സീറ്റ് സാറ് നമ്മൾ വ്ളോഗ് ചെയ്യുന്ന നേരത്ത് ഫ്രണ്ടിലായിരിക്കുള്ളൂ, കാറിന് ഫ്രണ്ടിൽ. ഇപ്പൊ ഇങ്ങനെ ബാക്കിൽ നിന്ന് പോണ ഫീല് വേറെ ലെവലായിക്കണ്. ഇപ്പഴത്തെ വൈഫ്, ഇപ്പഴത്തെ അമ്മ, ഇപ്പൊ ഇവരെ മുമ്പിൽ കോമഡി ഒക്കെ പറഞ്ഞ് ചിരിച്ച് പോണത് പ്രത്യേക ഫീൽ ആയിക്കണം. ആ അതിന്റെ കൂടെ ഛർദിലും കൂടെ ഉണ്ട്. ആ ഇവിടെ ഛർദല്, ഇവിടെ ഛർദല്, ഇവിടെ ഛർദല്, മൊത്തം 3 ഛർദലാണ് നമ്മൾ സഹിക്കണത്. മിക്കവാറും ഈ വണ്ടിയുടെ ഓണർ എന്നിട്ട് പറയും, വണ്ടി നിങ്ങൾ വെച്ചോ, വണ്ടി എനിക്ക് വേണ്ട, പൈസയും വേണ്ട, ദയവേത് ഈ ഏരിയ വരലെന്ന് പറഞ്ഞു പറയും. സ്മെല്ല് സഹിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാ, അപ്പൊ സന്തോഷമായിരിക്കും. ഓ നമുക്കൊരു വണ്ടി കിട്ടിയില്ല, അത് മതി. വീട്ടിലെ പാട്ട് കേട്ട് നല്ല അടിപൊളി വൈബിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത്, വേറെ സ്റ്റോപ്പൊന്നുമില്ല, ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണ്. നമ്മളുടെ ബംഗ്ലാവിലോട്ട്, ഹൊറർ കോട്ടേജിലോട്ട് നമ്മൾ പോവുകയാണ്. സൗമ്യക്ക് ഭയങ്കര പേടിയാണ്, വാണിക്ക് കുറച്ച് പേടിയാണ്, എനിക്ക് പേടിയുണ്ടോ? രാത്രി വല്ല പ്രേതം ഭൂതം എന്ത് ചെയ്യും? ഹൈ ഹൈ കൊടക്കേണൽ വന്നാച്ചേ. എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല, ക്യാമറ. സത്യം പറഞ്ഞാൽ മഞ്ഞാണ് മഴയാണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഇത് മഞ്ഞിനിടെ കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോവുകയാണ്. കണ്ണിന്റെ കാഴ്ച തീരെ പിടിക്കുന്നില്ല രാകേഷിന്. അല്ലടാ വയസ്സ് 40 വയസ്സായില്ലേ, കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കോളൂ. അപ്പൊ സൗമ്യ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. ഈ മഴ ക്ലൈമാറ്റ് പറ്റിയ പാട്ട് പാട് സൗമ്യ. ദൂരെ ആരോ പാടുകയാണൊരു ദേവഹിന്ദോളം, ഉള്ളിനുള്ളിൽ പ്രണയ സരോവിൻ സാന്ദ്രമാം നാദം, കാതിനുള്ളിൽ കിക്കിളി കൂട്ടും ചില്ലുലോലാക്കിൽ, കാതര സ്വരമന്ത്രമുയർത്തും ലോലസല്ലാപം, ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെയുയരാൻ വാ, ശിശിരം പകരും പനി നീർമഴയിൽ തനീനനു നനയുമ്പോൾ, ധിത്തന ധിത്തന ധിനന ധീം ധിനന ധിത്തന ധിത്തന ധിനന. താങ്ക് യു. പാട്ട് സൂപ്പർ കേട്ടാ. ധീംതന ധീംതന ദിനന ധീംതന 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 ദിനന, തങ്കത്തിങ്കൾ കുടയായി മഴയായി കിളിയായി കുറുകാൻ. അതൊക്കെ അങ്ങനെ ആയിക്കോളൂ. ലിറിക്സ് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നീ പാട്, ബാക്കി പാട്, ബാക്കി പാട്. ആ തന്നെ എനിക്ക് പാടാൻ നല്ല അറിയാം. ഞാൻ ഇപ്പൊ പാടി പാടി സൗണ്ട് ക്ലിയർ ആയി തന്നെ അല്ലേ? നല്ല ശരി തന്നെ, അടിപൊളി. അപ്പൊ ഞാൻ നല്ല പാടി തുടങ്ങി കേട്ടാ. അടുത്ത പാട്ട് ഏത് പാടാൻ? ഒന്നുകൂടെ പാട്. പാട്. അപ്പൊ ഇപ്പൊ പാടിയ ട്രെൻഡ്, ഇതൊരു ഒരാഴ്ച കഴിഞ്ഞാൽ ട്രെൻഡ് പോകും, പിന്നെ പാടി കഴിഞ്ഞാൽ ക്രിഞ്ചായി പോകും. ഇപ്പഴേ ക്രിഞ്ചായിക്കാൻ ഓൾറെഡി അല്ലേ? അപ്പൊ പാടപ്പാ, തമിഴ് പാട്ട് പാട്. ചിങ്കളത്ത് സിൻലക്കുയിലെ പാട്. വാഴവയ്ക്കും കാതലിക്ക് ജയ് പാടപ്പാ. പാട്, ഇതൊക്കെ രസമല്ലേ? കമലഹാസൻ ഫാൻസ് പറഞ്ഞ് പാടില്ല. അവിടെ പോയിട്ട് ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പൊ എല്ലാരും പാടിയേ പറ്റും കേട്ടല്ലോ. പാടണം, ആടണം, കൊണ്ടാടണം. ആട്ടം പാട്ടം കൊണ്ടാട്ടം ഇതുതാൻ കാലത്തിൽ കട്ടായം. കുതിര പോടാ. കുതിര കുതിര.
അടിപൊളി അല്ലേ? ഞാൻ അവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോ കുതിര പോണം. കൊള്ളാം, പാനാറ്റ് ഒരു രസനയിലെ താളായി പോയല്ലോ. വെറുതെ കഷ്ടപ്പെട്ട് പാടുന്നു തൊണ്ട കത്തിക്കൊണ്ട് അല്ലേ? കുതിര പോകണം, കാക്ക പോകണം. വൈബ് കാണിച്ചു കൊടുത്തതല്ലേ ഇത് വൈബാ അത്. ഓക്കെ, ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ദ ഗോസ്റ്റ് ഹൗസ്. എന്തെങ്കിലും വിളിച്ചാ സുമേഷ ഓളി പറ. വാവ് വാവ്, ഞാരി സൂപ്പർ കേട്ടാ. ഇതെല്ലാം നമ്മുടെ പ്രോപ്പർട്ടി. അപ്പൊ ആരെങ്കിലും വന്നോ? അല്ല, ആരെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് പ്രേതം തന്നെയാണ്. അയ്യോ, പ്രാതം വരോ? എടുത്തോളൂ. ഫുൾ കാടല്ലേ? ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ രാകേഷേ. ഇറങ്ങാൻ പറ്റുന്ന പാട് എന്റെ അമ്മോ. ആ വലിയ മഞ്ഞില്ലല്ലേ, കുറച്ച് തണുപ്പുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ കോട്ടേജ്. അപ്പൊ കോട്ടേജുള്ള മന്ദാജ് സൂപ്പർ അല്ലേ, ലുക്കല്ലേ, അടിപൊളിയല്ലേ, പൊളി. அப்பா வண்டிக்குள்ள இருக்கு, வேற எங்கேயும் போலாம், வண்டிக்குள்ளதான் இருக்கு. போங்க கூட்டம் பதறாக. പാടി ഞാൻ പോയേ, ബാക്കിയുള്ള ബാഗ് എടുത്തില്ല. വാ, ഇനി കുറെ ലഗേജ് എടുക്കാറുണ്ട്. അപ്പൊ അവിടെ പോയി കാണാനില്ല, പെട്ടെന്ന് മിസ്സായി പോയി. എല്ലാ ഹൊറർ സിനിമയിലും ഒരാൾ മിസ്സാവും ഇടയ്ക്ക് വെച്ച്, അതുപോലെ മിസ്സായിരിക്കണം. അപ്പ പോയി കണ്ടുപിടിക്കാം. വാ, എവിടെ പോയി അപ്പാ? അപ്പാ എവിടെപ്പാ നീങ്ക പോനീങ്ക? അപ്പ എവിടെ? അപ്പനെ പറഞ്ഞത് എന്താ? എവിടെ പോയാ പാപ്പ? വാ, ടോയ്ലറ്റിൽ പോയതാണ്. എന്നാപ്പാ കൊണ്ടോ. അത് കൊണ്ടുവാ. അത് കുഴപ്പമില്ല, നമുക്ക് മഴ വിഷയമില്ല. ഇവിടെ ഒരിക്കോ, ശരി പോരിക്കോ. അപ്പോൾ അപ്പയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സുമേഷ്, രാകേഷ് അവർ പോന്നോളൂ. ഹൊറർ ലുക്ക് ഉണ്ടോ സുമേഷ് പറഞ്ഞു? ഇത് വേണോ അല്ലേ? ഇതുണ്ടെങ്കിൽ രസമുള്ളൂ. തോമസ് കുട്ടിയേ പതറാതെ വിട്ടോടാ ടോയിങ്. ഗോപ്രോടെ ചാർജർ, കേബിള് വെച്ചിട്ടുണ്ട്. ഷൂ കുരി നോക്കിയിട്ട് തണുക്കണ്, കാല് വയ്ക്കുമ്പോൾ തറയില്ല. അയ്യോ തണുക്കണ്, എന്തൊരു തണുപ്പിത്. ഇപ്പൊ കുഴപ്പമില്ല കേട്ടാ. അപ്പൊ ഇതൊക്കെയാണ് മുറികള്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. പിന്നെ ഇത് ഹാള്, ഇവിടെ ടേബിള് കാര്യങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ബെഡ്റൂം വിത്ത് അറ്റാച്ച് ബാത്റൂം, ഷെൽഫ് കൊണ്ട്. നീ ഉറങ്ങിയാ? ഉറങ്ങിക്കോ, ഞങ്ങൾ പോട്ടാ. ഇനി അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. തോണ്ട പയ്യെ പയ്യെ. ഓക്കെ, മൊത്തം 3 ബെഡ്റൂം ഉണ്ട്. 3 ബെഡ്റൂം വിത്ത് 3 അറ്റാച്ച് ബാത്റൂമാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ടേബിൾ കസാരയൊക്കെ വെച്ചിട്ടുണ്ട്. സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട്? നല്ല വൈബല്ലേ? அப்படியா? இந்த வீடியோ வந்ததுக்கு அப்புறம் உங்களுக்கு நிறைய கஸ்டமர் வரும். என்னை போடுங்க சட்டா, போடுங்க சட்டா. லுக் உண்டா கிளாஸ்? குழப்பமில்லை. பேட்டா பராக் கண்ணா பண்ணிங்க தான் கூட்டமா வரும். സിംഗം സിംഗിളാ തന്നെ വരും. കുറച്ച് ഓവറാണെന്ന് അറിയാൻ ഇരിക്കട്ടെ, വല്ലപ്പോഴും പിച്ചൊക്കെ വേണ്ടേ അല്ലേ? ഈ രാത്രി സമയത്ത് കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുന്ന ഒറ്റ ആൾ ഞാൻ മാത്രമാണ്. ആർക്കൊക്കെ ഏതൊക്കെ റൂം ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അപ്പയമ്മ ഇവിടെ കിടന്നു കുഴപ്പമില്ല. ഞാനും രാകേഷ് സുമേഷൊക്കെ ഒരു മുറി പോയിക്കോളാം. പിള്ളേരും സൗമ്യയും മാണിയൊക്കെ ഒരു മുറി പോയിക്കോ കേട്ടാ. പ്രത്യേക വൈബ് അല്ലേ? ഇതാണ് ഈ വൈബ് കിട്ടൂല അവിടെ പോയാൽ, മനസ്സിലായാൽ. നമ്മൾ ആദ്യം ഒരു മുറി നോക്കിയായിരുന്നു, ഒരു ലക്സറി റൂമാണ്. അത് ഒരു സാധാരണ ബിൽഡിംഗ് പോലെ, വീട് പോലെ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇതൊരു പഴയകാലത്തെ ബിൽഡിംഗ് ആണ്, കോട്ടേജ് ആണ്. ഇതിൽ പറഞ്ഞ ഫീൽ എന്ന് പറയുമ്പോൾ ഒരു സിനിമയിൽ കാണില്ലേ, സംഭവങ്ങൾ. ടി വി ഉണ്ടല്ലോ. ഓ പിന്നെ എന്ത് വേണം? ടി വി ഉണ്ട്, വൈഫൈ കണക്ഷൻ ഇല്ല അല്ലേ? ശരി, കുഴപ്പമില്ല. യാതൊരു മുറി കൊള്ളാന്നല്ലേ? അയ്യേടാ, നമുക്കൊക്കെ താഞ്ഞ മുറികൾ, അവർക്ക് ബെസ്റ്റ് മുറി പയ്യടുക്കാണ് ഇപ്പോഴേ. അവിടെ എന്താണ് അടുക്കളയാ? അടുക്കളയല്ല, ഇതൊരു അടുക്കള പോലെ തന്നെ. ഇവിടെ അടുക്കളയായിട്ട് സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ആഹാരം വേണമെന്നുണ്ടെങ്കിൽ ആ അക്ക വന്ന് നമുക്ക് എല്ലാം ഉണ്ടാക്കി തരും. അപ്പൊ ഇതാണ് ബാത്റൂം. സംഭവം സൂപ്പർ കേട്ടോ, നല്ല വൃത്തിയുണ്ട്, കൊള്ളാം. ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെസ്റ്റേൺ ടോയ്ലറ്റ് ആണ്. ഇവിടെ വാഷ് ബേസും ഉണ്ട്. മതി, ധാരാളം. ഇതിനപ്പുറം എന്ത് വേണം അല്ലേ? സൂപ്പർ അല്ലേ? എൻ്റെ അമ്മോ, ഒരു ഹൊറർ വൈബ് തന്നെ അല്ലേ? നമ്മൾ ഒരു വേറൊരു ആംഗിൾ നോക്കി കഴിഞ്ഞാൽ ഒരു സൂപ്പർ വൈബ് കിട്ടും. പക്ഷേ ഈ ഒരു നെഗറ്റീവ് ആംഗിൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഹൊറർ ലുക്കിങ് കിട്ടും. ഇപ്പം എങ്ങനെ നോക്കണം എന്നുള്ളത് നമ്മളെ ഇഷ്ടമാണ് അല്ലേ? അല്ലേ കിച്ചു? രാത്രിയാകുമ്പോഴേ ഇവിടെ സൗണ്ട് കേൾക്കും. ഈ തെറ്റല്ലേ ഒരാൾ നിൽക്കും, കറുത്ത രൂപം. നീ ഇവിടെ നില്ല, നീ ലൈറ്റ് ഓഫ് ചെയ്യട്ടാ. അവിടെ നില്ലേ? പേടിയില്ലേ? പേടിയൊന്നുമില്ല. എല്ലാം എടുത്തല്ലോ. തുണികളാ, തുണി എടുത്തോളാം. ബാക്കിയെല്ലാം എടുത്തല്ലോ. ഡ്രസ്സ്
അപ്പോൾ ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ആർക്കൊക്കെ ഏതൊക്കെ മുറി വേണം അത് ചൂസ് ചെയ്യാൻ പോവുകയാണ്. ചൂസ് ചെയ്തതിനു ശേഷം ബാഗും കാര്യങ്ങളും കൊണ്ട് പാക്ക് ചെയ്യണം. പക്ഷേ പാക്കല്ല ചെയ്യേണ്ടത്, ബാഗും കാര്യങ്ങളും കൊണ്ട് വയ്ക്കണം. വച്ചിട്ട് ഒന്ന് ഫ്രഷ് അപ്പ് ആവാനുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കുളിച്ച് ഫ്രഷായി. കുളിക്കാൻ പറ്റിയില്ല, നല്ല തണുപ്പുണ്ട്. ഇന്ന് മേലെ കഴുകി അത്ര തന്നെ. അത് ഏപ്രിൽ മാസം വന്നു കഴിഞ്ഞാൽ തണുപ്പ് കുറവായിരിക്കും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ തണുപ്പൊന്നും കുറവൊന്നുമില്ല, നല്ല തണുപ്പുണ്ട്. അതേ സമയത്ത് ഇത്തിരി മഴയുണ്ടായിരുന്നു, മഴയും മഞ്ഞും ചേർന്ന് ഒരു സീസൺ സമയം പോലെ നിൽക്കണം സത്യം പറഞ്ഞു അല്ലേ. ഓക്കെ, നമ്മളൊക്കെ പക്കാട വെച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ കാപ്പി വാങ്ങാനായിട്ട് രാകേഷും സുമേഷ് പോയിട്ടുണ്ടാ മതി. ഒന്നാണ് കാപ്പി വാങ്ങിച്ചാ. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഇഡ്ഡലി സാമ്പാർ ചപ്പാത്തി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി സാമ്പാറും കാര്യങ്ങളൊക്കെ, അപ്പയ്ക്ക് മാത്രം ചപ്പാത്തി. അപ്പോൾ എല്ലാവരും രാത്രി കാപ്പി കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. ഇന്ന് ക്യാമ്പ് ഫയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ചെയ്യണോ ക്യാമ്പ് ഫയർ? പറ്റുമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നാളെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കാപ്പി. എല്ലാവരും ഓരോ പാർസല. സൂപ്പർ. അച്ചപ്പോടാ അല്ലേ? ഉള്ളമതി ഇവിടെ. അയ്യോ, ഉള്ളമതി നിൽക്കാണ് ബാക്കിലിട്ടാ. അങ്ങോട്ടാരും പോവല്ലേ, ദൈവം കുത്തിക്കളയി ബട്ടക്കളെ പഞ്ചറായി പോകും. ഇതാര് പുലിമുരുകിയ പുലിമുരുകി. അപ്പൊ സൗമ്യക്ക് സ്വെറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. സ്വെറ്ററാ സ്വെറ്റർ 100 രൂപയുള്ളൂ. മണി ഇപ്പം ഏകദേശം 2 ആവാറായി. ആർക്കും ഉറക്കമൊന്നുമില്ല, സംസാരിച്ചോണ്ടിരിക്കുകയാണ്. വിളിച്ചു കൊടുക്കുക. ഇവിടെ മാടമ്പിയിൽ പ്രേതമുണ്ട്, ഭൂതമുണ്ടെന്നൊക്കെ പറയാണ്. ഇവിടെ പ്രേതം ഉണ്ടെന്ന് പറയണോ ഈ ഏരിയയിൽ? ഇവിടെ അല്ല, അപ്പുറത്ത് അവിടെ ഒരു സെമിത്തേരി ഉണ്ട്. ആ സെമിത്തേരിയിൽ ഉണ്ടെന്ന് പറയാണ്. അപ്പൊ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ നിൽക്കാം അല്ലേ? പോയാലോ അങ്ങോട്ട്? അപ്പൊ ആർക്കും ഉറക്കമില്ല ഇവിടെ, എല്ലാവരും ഭയങ്കര വൈബിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം ഇന്നത്തെ വ്ളോഗ് വേറെ പറയാനല്ലോ. അപ്പൊ നല്ലപോലെ കാപ്പി പിടിച്ച് കഴിഞ്ഞ് വയറ് നിറച്ച്. ഓക്കെ, അപ്പൊ ഈ വ്ളോഗ് ഇവിടെ എൻ്റെ ഞാൻ പോവുകയാണ്. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫുള്ളൂ. അപ്പൊ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. എല്ലാം ഉണ്ടാ? ഓ, നല്ല ഉറക്കം വേണം. അതെ.